പ്രീതികരത്തെ സുഹൃത്തുക്കളെ, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റിയുടെ 5ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ സുരക്ഷാ നിയമങ്ങളും സ്ത്രീ സുരക്ഷാ പദ്ധതികളും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആരംഭിച്ച പ്രധാന പദ്ധതിയായ കുടുംബശ്രീയെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുക. ആരംഭിച്ചാലോ? യെസ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രധാന ക്ഷേമ പദ്ധതികൾ: അഭയകിരണം, നിരാലംബരായ വിധവകൾക്ക്, നിരാലംബർ എന്ന് പറയുമ്പോൾ ആരും സഹായിക്കാനില്ലാത്തവർ എന്നർത്ഥം, നിരാലംബരായ അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത വിധവകൾക്ക് സംരക്ഷണവും പാർപ്പിടവും നൽകുന്നവർക്ക് 1000 രൂപയുടെ പ്രതിമാസ സഹായം. ഓക്കെ, അപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത വിധവകൾക്ക് ആരാണോ സംരക്ഷണം ഒരുക്കുന്നത് അവർക്ക് 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം നൽകുന്നു. ഇനി മഹിളാ ശക്തി, സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വനിതകൾക്ക് നൽകുന്ന വായ്പാ സഹായമാണ് മഹിളാ ശക്തി എന്ന പേരിൽ അറിയപ്പെടുക. ഗ്രാൻഡ് അല്ല, വായ്പാ സഹായമാണ്. അപ്പോൾ ധനസഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? കാശ് കൊടുക്കുന്നു, അത് തിരികെ മേടിക്കുന്നൊന്നുമില്ല. വായ്പാ സഹായം എന്ന് പറഞ്ഞാൽ ലോണാണ് കൊടുക്കുക, അത് തിരിച്ചടയ്ക്കണം. അപ്പോൾ ഡൗട്ട് ഉണ്ടാവില്ല നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ നിരാലംബരായ വിധവകൾക്ക് സംരക്ഷണവും പാർപ്പിടവും നൽകുന്നവർക്ക് 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് അഭയകിരണം എന്ന പേരിൽ അറിയപ്പെടുക. മഹിളാ ശക്തിയാണെങ്കിലോ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വനിതകൾക്ക് നൽകുന്ന വായ്പാ സഹായമാണ് മഹിളാ ശക്തി എന്നറിയപ്പെടുന്നത്. ഇനി അതിജീവിക. അതിജീവിക എന്ന വാക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളവരായിരിക്കാം, അല്ലെ? സ്ത്രീകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിൽ അവിചാരിതമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ പരമാവധി 50,000 രൂപ വരെ ഒറ്റത്തവണ ധനസഹായം അനുവദിക്കുന്നു. ധനസഹായമാണ്, തിരിച്ചടയ്ക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ സ്ത്രീകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിൽ അവിചാരിതമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ, അത് രോഗമോ മറ്റെന്തെങ്കിലും മൂലമുണ്ടായാൽ 50,000 രൂപ വരെയുള്ള ഒറ്റത്തവണ ധനസഹായം നൽകുന്നതാണ് അതിജീവിക എന്ന പേരിൽ അറിയപ്പെടുക. മംഗല്യ സമുന്നതി, ആ വാക്കിൽ നിന്ന് കിട്ടും, വിവാഹവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെ? മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ നമ്മൾ EWS എന്ന് പറയില്ലേ? യെസ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അല്ലെ? യെസ്. അപ്പോൾ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകളുടെ വിവാഹത്തിന് 1,00,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ സമുന്നതി എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, ഇനി ജനനി ജന്മരക്ഷ. സ്വാഭാവികമായിട്ട് ജനനി എന്ന് പറയുമ്പോൾ അമ്മ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും, അല്ലെ? പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ അതിജീവിക, സ്ത്രീകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിൽ അവിചാരിതമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ പരമാവധി 50,000 രൂപ വരെ ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അതിജീവിക. മംഗല്യ സമുന്നതി, മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകളുടെ വിവാഹത്തിന് 1,00,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ സമുന്നതി എന്ന പേരിൽ അറിയപ്പെടുക. ജനനി ജന്മരക്ഷ, പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന പേരിൽ അറിയപ്പെടുക. മക്കളെന്ന് കരുതിക്കോട്ടെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അഭയകിരണം, നിരാലംബരായ വിധവകൾക്ക് സംരക്ഷണവും പാർപ്പിടവും നൽകുന്നവർക്ക് 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. മഹിളാ ശക്തി, സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വനിതകൾക്ക് നൽകുന്ന വായ്പാ സഹായമാണ്. അതിജീവിക, സ്ത്രീകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിൽ അവിചാരിതമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ പരമാവധി 50,000 രൂപ വരെയുള്ള ഒറ്റത്തവണ ധനസഹായമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? അതിജീവിക എന്ന പേരിൽ അറിയപ്പെടുക. പിന്നെ പറയുന്നു മംഗല്യ സമുന്നതി, മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് അവരുടെ വിവാഹത്തിന് വേണ്ടി 1,00,000 രൂപ വരെ ധനസഹായം അനുവദിക്കുന്നു. ജനനി ജന്മരക്ഷ, പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ അല്ലെ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. യെസ്, അടുത്ത് നമുക്ക് പഠിക്കാം. ശരണ്യ. എന്താണ് ശരണ്യ പദ്ധതി? വിധവകൾ, വിവാഹമോചിതരായ വനിതകൾ, അവിവാഹിതരായ അമ്മമാർ തുടങ്ങിയ വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന പേരിൽ അറിയപ്പെടുക.
വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അവിവാഹിതരായ അമ്മമാർ എന്നിവർക്ക് സ്വയം തൊഴിൽ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ശരണ്യ. ഓക്കെ, ഇനി മംഗല്യ. വിധവകൾ, വിവാഹമോചിതരായ വനിതകൾ എന്നിവർക്കായുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു, മംഗല്യ സമുന്നതി പഠിച്ചു അല്ലെ. മംഗല്യ സമുന്നതി എന്ന് പറയുമ്പോൾ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്കുള്ള വിവാഹം. ഇവിടെയാണെങ്കിലോ വിധവകളോ വിവാഹമോചിതരായ സ്ത്രീകളോ പുനർവിവാഹത്തിനുള്ള ധനസഹായ പദ്ധതിയാണ് മംഗല്യ. ഇനി പ്രത്യാശ. നിർധനരായ മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനുള്ള ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ എന്ന പേരിൽ അറിയപ്പെടുക. നിർധനരായ മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായുള്ള ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ എന്ന പേരിൽ അറിയപ്പെടുക. നിർഭയ. വനിതകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന പദ്ധതിയാണ് നിർഭയ എന്ന പേരിൽ അറിയപ്പെടുക. വനിതകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന പദ്ധതിയാണ് നിർഭയ എന്ന പേരിൽ അറിയപ്പെടുക. ക്ലിയർ ആണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ശരണ്യ. വിധവകൾ, വിവാഹമോചിതരായ വനിതകൾ, അവിവാഹിതരായ അമ്മമാർ തുടങ്ങിയ വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. വിധവകൾ, വിവാഹമോചിതരായ വനിതകൾ, പുനർവിവാഹത്തിനുള്ള ധനസഹായ പദ്ധതിയാണ് മംഗല്യ എന്ന പേരിൽ അറിയപ്പെടുക. ഇനി പ്രത്യാശയോ? നിർധനരായ മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനുള്ള ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ എന്ന പേരിൽ അറിയപ്പെടുക. പ്രത്യാശ എന്ന പേരിൽ അറിയപ്പെടുക. ഇനി അടുത്ത് പറയുന്നു നിർഭയ. വനിതകളുടെ കുട്ടികളുടെ നേർക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതി. സഹായഹസ്തം. വിധവകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ് സഹായഹസ്തം. വിധവകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. ഇനി അടുത്ത് പറയുന്നു ആശ്വാസനിധി. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും ലിംഗപദവിയിൽ അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ഇരയായവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി എന്ന പേരിൽ അറിയപ്പെടുക. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും ലിംഗപദവിയിൽ അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ഇരയായവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ അവസാനത്തെ മൂന്ന് നമുക്ക് റിവിഷൻ ചെയ്യാം. നിർഭയ. വനിതകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന പദ്ധതിയാണ് നിർഭയ എന്നറിയപ്പെടുന്നത്. വിധവകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം എന്ന പേരിൽ അറിയപ്പെടുക. ആശ്വാസനിധി. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും ലിംഗപദവിയിൽ അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ഇരയായവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ അല്ലേ? ഈ സ്ലൈഡ് പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? ശരണ്യ. വിധവകൾ, വിവാഹമോചിതരായ വനിതകൾ, അവിവാഹിതരായ അമ്മമാർ തുടങ്ങിയ വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ പറയുന്നു മംഗല്യ. വിധവകൾ, വിവാഹമോചിതരായ വനിതകൾക്കായുള്ള പുനർവിവാഹത്തിനുള്ള ധനസഹായ പദ്ധതിയാണ് മംഗല്യം. നിർധനരായ മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായുള്ള ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. വനിതകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള പദ്ധതിയാണ് നിർഭയ. വിധവകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് സഹായഹസ്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആശ്വാസനിധി. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും ലിംഗപദവിയിൽ അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ഇരയായവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത് പറയുന്നു സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നിരക്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ അറിയപ്പെടുക. അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നിരക്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ അറിയപ്പെടുക. സീതാലയം. സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം എന്നറിയപ്പെടുക. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പ്രത്യേക പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സീതാലയം എന്നറിയപ്പെടുക. കാതോർത്ത്. സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസിലിങ്ങിനും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത്. വളരെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് കേട്ടോ. PSC സ്ഥിരം ചോദിക്കുന്നതാണ് ഈ 3 ചോദ്യങ്ങളും.
സ്നേഹസ്പർശം എന്ന് പറയുന്നത് അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നിരക്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പാക്കുന്നതിനെ ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. കാതോർത്ത് സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസിലിങ്ങിനും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത് എന്ന പേരിൽ അറിയപ്പെടുക. ഈ കാതോർത്ത് എന്ന പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ട് കാതോർത്ത് എന്ന പദ്ധതിക്ക്. ഷീ ടാക്സി ഈ ഷീ ടാക്സിയും കുടുംബശ്രീ ട്രാവൽസും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഷീ ടാക്സി കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി. എന്നാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടാക്സി സർവീസ്, സ്ത്രീകൾക്ക് എന്നല്ല പൊതുവായിട്ട് ടാക്സി സർവീസ് അറിയപ്പെടുന്നതാണ് കുടുംബശ്രീ ട്രാവൽസ്. അപ്പൊ രണ്ടും രണ്ടാണ്. ഷീ ടാക്സി കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി. എന്നാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് അത് എല്ലാവർക്കും ഉപയോഗിക്കാം. ടാക്സി സർവീസ് ആണ് കുടുംബശ്രീ ട്രാവൽസ് എന്ന പേരിൽ അറിയപ്പെടുക. രണ്ടും രണ്ടാണ്. ഇനി ഷീ ലോഡ്ജുകൾ വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഷീ ലോഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും സംയുക്ത പദ്ധതിയാണ് ഷീ ലോഡ്ജുകൾ എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നിരക്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. കാതോർത്ത് സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസിലിങ്ങിനും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത്. ഷീ ടാക്സി കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കുന്ന വനിതകൾക്കായുള്ള ടാക്സി സർവീസ്. ഷീ ലോഡ്ജുകൾ വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഷീ ലോഡ്ജുകൾ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ അല്ലേ? അപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികൾ നമ്മൾ 3 സ്ലൈഡിലൂടെ പഠിച്ചു. അത് മൂന്നും ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക്, അതായത് കുടുംബശ്രീ പദ്ധതികളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ഓക്കെ ഗുഡ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളാണ് നമ്മൾ പരിശോധിക്കുക. അഭയകിരണം നിരാലംബരായ വിധവകൾക്ക് സംരക്ഷണവും പാർപ്പിടവും നൽകുന്നവർക്ക് 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം അനുവദിക്കുന്നു. മഹിളാശക്തി സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വനിതകൾക്ക് വായ്പാ സഹായം അനുവദിക്കുന്നു. അതിജീവിക സ്ത്രീകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിൽ അവിചാരിതമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ പരമാവധി 50,000 രൂപ വരെ ഒറ്റത്തവണ ധനസഹായം നൽകുന്നു. മംഗല്യ സമന്വതി മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകളുടെ വിവാഹത്തിന് 1,00,000 രൂപ വരെ ധനസഹായം അനുവദിക്കുന്നു. ജനനി ജന്മരക്ഷ പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നു. ശരണ്യ വിധവകൾ, വിവാഹമോചിതരായ വനിതകൾ, അവിവാഹിതരായ അമ്മമാർ തുടങ്ങിയ വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. മംഗല്യ വിധവകൾ, വിവാഹമോചിതരായ വനിതകൾക്കായുള്ള പുനർവിവാഹത്തിനുള്ള ധനസഹായ പദ്ധതിയാണ് മംഗല്യ എന്ന പേരിൽ അറിയപ്പെടുക. പ്രത്യാശ നിർധനരായ മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായുള്ള ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ എന്നറിയപ്പെടുന്നത്. നിർഭയ വനിതകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനുള്ള പദ്ധതിയാണ് നിർഭയ. സഹായഹസ്തം വിധവകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആശ്വാസനിധി ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും ലിംഗപദവിയിൽ അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ഇരയായവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് ആശ്വാസനിധി എന്ന പേരിൽ അറിയപ്പെടുക. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നിരക്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പാക്കുന്നതിനെ ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. കാതോർത്ത് സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസിലിങ്ങിനും
നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത്. ഷീ ടാക്സി. കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കുന്ന വനിതകൾക്കായുള്ള ടാക്സി സർവീസ്. ഷീ ലോഡ്ജുകൾ. വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഷീ ലോഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുക. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു. കുടുംബശ്രീ. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ പരിചിതമാണ് അല്ലെ. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചുറപ്പിക്കണം. കൂടാതെ ഭരണപരമായ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വസ്തുതാപരമായി വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചുറപ്പിക്കാം. കാരണം കൃത്യമായി പഠിച്ചില്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നമ്മൾ നെഗറ്റീവ് വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓക്കെ, യെസ്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പേര് PS സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേരള പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നാണ്. കേരള സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന ദൗത്യം. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എങ്ങനെ ഫലവത്തായി നിർവഹിക്കാം എന്ന ആശയമാണ് അതിന്റെ സമായിട്ട് പറയുക. സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിലൂടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, അപ്പോൾ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ഉപലക്ഷ്യമാണ് സ്ത്രീ ശാക്തീകരണത്തിലൂടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുക. അപ്പോൾ പ്രധാന ലക്ഷ്യം എന്ത് തന്നെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെ. കുടുംബശ്രീയുടെ ഔദ്യോഗിക പേരെന്താ? കേരള സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന ദൗത്യം. കേരള സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്നാണ് അറിയപ്പെടുക കേട്ടോ. കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഓക്കെ, അപ്പോൾ സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് മാസം 17-ാം തീയതി. അപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി എവിടെയാണ്? മലപ്പുറത്ത്. ഉദ്ഘാടനം ചെയ്തത്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17-ന് അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത്. ആ സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EK നായനാർ ആയിരുന്നു. നമ്മൾ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചതെന്നല്ല പറഞ്ഞത്, കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് പറഞ്ഞത്. ദയവായി ഓർമ്മിക്കുക. ഓക്കെ, ഇനി കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ എപ്പോഴും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കും. PSC ഈ സ്റ്റേറ്റ്മെന്റിന് പകരം ചെറിയൊരു മാറ്റം വരുത്തി. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരിക്കുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ തെറ്റിച്ചൊരു സെന്റൻസ് ആയിരുന്നു. അതുകൊണ്ട് ദയവായി ഓർമ്മിക്കുക, കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ എപ്പോഴും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കും. കാരണം കുടുംബശ്രീ രജിസ്റ്റർ ചെയ്യുന്ന പഞ്ചായത്തിലല്ലേടാ. മനസ്സിലായി? സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും പഞ്ചായത്തിലല്ലേ രജിസ്റ്റർ ചെയ്യണേ. അതുകൊണ്ട് കൃത്യമായി ഓർമ്മിക്കുക. വൈസ് ചെയർമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും, അതായത് IAS ഓഫീസറാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം മനസ്സിനി. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം മനസ്സിനിയാണ്. മനസ്സിനി എന്ന ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം നിലവിൽ വന്നത് 2017 ഫെബ്രുവരി 13 കോട്ടയത്താണ്. 2017 ഫെബ്രുവരി 13 ഇവിടെ കോട്ടയത്തുമാണ്. മറക്കില്ലല്ലോ, ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. കുടുംബശ്രീയുടെ ഔദ്യോഗിക പേര് കേരള സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന ദൗത്യം. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിലൂടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഉദ്ഘാടനം ചെയ്തത് 1997 മെയ് 17-ാം തീയതി അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത്. ആ സമയത്ത് കേരള മുഖ്യമന്ത്രി EK നായനാറുമായിരുന്നു. കാരണം കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കേട്ടോ. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം എന്ന് പറയുന്നത് മനസ്സിനിയാണ്. മനസ്സിനി എന്ന ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം നിലവിൽ വന്നത് 2017 ഫെബ്രുവരി മാസം 13-ാം തീയതി കോട്ടയത്തും. 2017 ഫെബ്രുവരി 13-ാം തീയതി കോട്ടയത്ത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നു 1990 മുതൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി, മലപ്പുറം എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ സംവിധാനത്തിന്റെ വിജയത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് അംഗീകരിക്കപ്പെട്ട സാമൂഹ്യ ഘടനയായി കുടുംബശ്രീ മാറിയത്. അപ്പോൾ അവിടെ ചോദ്യം ഇതാണ്, കുടുംബശ്രീ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് എവിടെ?
1990 മുതൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും മലപ്പുറം ജില്ലയിലും. ഓക്കെ. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനം അറിയപ്പെടുന്നത് അയൽക്കൂട്ടം, ADS, CDS എന്നിങ്ങനെ. അയൽക്കൂട്ടം, ADS, CDS എങ്ങനെ? ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം അയൽക്കൂട്ടം. അയൽക്കൂട്ടം എന്ന് പറയുന്നത് പ്രാഥമിക അടിസ്ഥാന ഘടകം എന്ന നിലയിൽ CDSൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിന് അഫിലിയേഷൻ എന്നാണ് പറയുക. ഓക്കെ. അപ്പോ അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക അടിസ്ഥാന ഘടകം എന്ന രീതിയിൽ CDSൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിന് അഫിലിയേഷൻ എന്നാണ് പറയുക. അയൽക്കൂട്ടം രൂപീകരിക്കുന്നത് 10 മുതൽ 20 വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വനിതയ്ക്ക് മാത്രമാണ് അംഗത്വം ലഭിക്കുക. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വനിതയ്ക്ക് മാത്രമാണ് അംഗത്വം ലഭിക്കുക. 5 അംഗ ഭരണസമിതി ഉണ്ടാവും. 5 അംഗ ഭരണസമിതി ഉണ്ടാവും ഓരോ അയൽക്കൂട്ടത്തിലും. ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ട്രഷറർ എന്നർത്ഥം നമ്മൾ പറയുമെങ്കിലും ട്രഷറർ എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത്. വരുമാനദായക വോളണ്ടിയർ, അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ, പിന്നെ ആരോഗ്യദായക വോളണ്ടിയർ. ഓക്കെ. പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, വരുമാനദായക വോളണ്ടിയർ, അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ, ആരോഗ്യദായക വോളണ്ടിയർ. അങ്ങനെ മൊത്തം 5 പേര് ഭരണസമിതി. 10 മുതൽ 20 വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അയൽക്കൂട്ടം രൂപീകരിക്കുന്നു. അയൽക്കൂട്ടത്തിലെ 5 അംഗ ഭരണസമിതിയുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി, വരുമാനദായക വോളണ്ടിയർ, അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ, പിന്നെ ആരോഗ്യദായക വോളണ്ടിയർ എന്നിങ്ങനെ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. എന്താണ് അയൽക്കൂട്ടം? പ്രാഥമിക അടിസ്ഥാന ഘടകം എന്ന നിലയിൽ CDSൽ രജിസ്റ്റർ ചെയ്യണം. CDS എന്ന് പറയുന്ന പഞ്ചായത്ത് തലത്തിലെ ഒരു ഭരണസമിതിയാണ് കേട്ടോ. പഞ്ചായത്ത് തലത്തിലെ ഭരണസമിതിയാണ്. ഇതിനെ അഫിലിയേഷൻ എന്നാണ് പറയുക. അയൽക്കൂട്ടം രൂപീകരിക്കുന്നത് 10 മുതൽ 20 വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വനിതയ്ക്ക് മാത്രമാണ് അംഗത്വം ഉണ്ടാവുക. കൂടുതൽ വനിതകളുണ്ടെങ്കിൽ വേറെ അയൽക്കൂട്ടത്തിൽ പങ്കെടുക്കാം. ഈ അയൽക്കൂട്ടത്തിൽ പറ്റില്ല. 5 അംഗ ഭരണസമിതിയിലെ അംഗങ്ങൾ പ്രസിഡന്റ്, സെക്രട്ടറി, വരുമാനദായക വോളണ്ടിയർ, അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ, ആരോഗ്യദായക വോളണ്ടിയർ എന്നിവർ. ഓക്കെ അല്ലേ? 2 ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. നിങ്ങൾ ലളിതമായി മനസ്സിലാക്കുക. ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡുകളില്ലേ, ഓരോ ഗ്രാമസഭകൾ, ഓരോ വാർഡുകൾ ഉണ്ടാവും. ആ വാർഡുകളിലെ സമിതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ADS എന്നറിയപ്പെടുക. ഒരു തദ്ദേശ സ്വയംഭരണ പ്രദേശത്തെ ഓരോ വാർഡിലെയും അഫിലിയേഷൻ നേടിയിട്ടുള്ള അയൽക്കൂട്ടങ്ങളുടെ ഒരു സംയോജിത രൂപമാണ്. ഓരോ വാർഡിലും 2 അതിലധികം അയൽക്കൂട്ടങ്ങൾ ഉണ്ടാവും. ആ അയൽക്കൂട്ടങ്ങളുടെ എല്ലാം സംയോജിത രൂപം, വാർഡ് തലത്തിൽ സംയോജിത രൂപമാണ് ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുക. വാർഡ് തലത്തിൽ അയൽക്കൂട്ടങ്ങളെ 5 അംഗ വോളണ്ടിയർ പ്രതിനിധികളെ ഉൾപ്പെടുത്തി വാർഡ് ADS രൂപീകരിക്കുന്നു. സെയിം ആണ്. 5 അംഗങ്ങൾ ആരൊക്കെയാ? പ്രസിഡന്റ്, സെക്രട്ടറി അല്ലെ, വരുമാനദായക വോളണ്ടിയർ, ആരോഗ്യദായക വോളണ്ടിയർ, അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ. അത്രയേ ഉള്ളൂ. പിന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി, CDS. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിലേതാണ്. ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ കുടുംബശ്രീയുടെ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ ഉപരിഘടമാണ് CDS എന്ന പേരിൽ അറിയപ്പെടുക. പഞ്ചായത്ത് അഥവാ നഗരസഭയിലെ വാർഡ് തല ADSകൾ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡുകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് രൂപീകരിക്കുന്നതാണ് CDS എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്നത് ത്രിതല ഘടകമാണ്. ഏറ്റവും അടിസ്ഥാന ഘടകം അയൽക്കൂട്ടം. ഓരോ വാർഡിലെയും അയൽക്കൂട്ടത്തിലെ പ്രതിനിധികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ ADS രൂപീകരിക്കുന്നു. അങ്ങനെ എല്ലാ വാർഡിലെയും ADSകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ നഗരസഭാ തലത്തിൽ എന്ത് രൂപീകരിക്കുന്നു? CDS രൂപീകരിക്കുന്നു. ഉപരിഘടകമാണ് CDS എന്ന് പറയുക. ക്ലിയർ? PSC ആധികാരികമായി തന്നെ ചോദിക്കാറുണ്ട്. അത് കൃത്യമായി പഠിക്കണം കേട്ടോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്. അപ്പോൾ 1990 മുതൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി, മലപ്പുറം എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ സംവിധാനത്തിന്റെ വിജയത്തിൽ നിന്നാണ് അംഗീകരിക്കപ്പെട്ട സാമൂഹിക ഘടനയായി കുടുംബശ്രീ മാറുന്നത്. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനം അയൽക്കൂട്ടം, ADS, CDS എന്നിങ്ങനെ അറിയപ്പെടുന്നു. ആദ്യം അയൽക്കൂട്ടം. പ്രാഥമിക അടിസ്ഥാന ഘടകം എന്ന നിലയിൽ CDS രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിന് അഫിലിയേഷൻ എന്ന് പറയുന്നു. അയൽക്കൂട്ടം രൂപീകരിക്കുന്നത് 10 മുതൽ 20 വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വനിതയ്ക്ക് മാത്രമാണ് അംഗത്വം ലഭിക്കുക. 5 അംഗ ഭരണസമിതിയിലെ അംഗങ്ങൾ പ്രസിഡന്റ്, സെക്രട്ടറി, വരുമാനദായക വോളണ്ടിയർ, അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ, ആരോഗ്യദായക വോളണ്ടിയർ എന്നിവർ. ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, ADS.
ഒരു തദ്ദേശ ഭരണ പ്രദേശത്തെ ഓരോ വാർഡിലെയും അഫിലിയേഷൻ നേടിയിട്ടുള്ള അയൽക്കൂട്ടങ്ങളുടെ സംയോജിത രൂപം. വാർഡ് തലത്തിൽ അയൽക്കൂട്ടങ്ങളെ 5 അംഗ വോളണ്ടിയർ പ്രതിനിധികളെ ഉൾപ്പെടുത്തി വാർഡ് ADS രൂപീകരിക്കുന്നു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി CDS ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ ഉപരിഘടകം. പഞ്ചായത്ത് അഥവാ നഗരസഭയിലെ വാർഡ് തല ADSകൾ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡുകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് രൂപീകരിക്കുന്നു. ഇനി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളാണ് നമ്മൾ തുടർന്ന് പഠിക്കുക. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രധാന പദ്ധതികളാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. നോക്കിയാലോ? യെസ്, ഒരു 3 സ്ലൈഡിലൂടെ കുറച്ച് പദ്ധതികൾ കേട്ടോ. ഭവനശ്രീ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ചെറുകിട ഭവന വായ്പാ പദ്ധതിയാണ്. ചെറുകിട ഭവന വായ്പാ പദ്ധതിയാണ് ഭവനശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. വീട് നിർമ്മിക്കാൻ വായ്പ അനുവദിക്കുന്നു. വായ്പ തിരിച്ചടയ്ക്കണം കേട്ടോ. വായ്പ ആയതുകൊണ്ട് തിരിച്ചടയ്ക്കണം. സാന്ത്വനം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യരംഗത്തെ പദ്ധതിയാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യരംഗത്തെ പദ്ധതിയാണ് സാന്ത്വനം എന്ന പേരിൽ അറിയപ്പെടുക. കിടപ്പ് രോഗികളെയൊക്കെ ചികിത്സിക്കുന്നതിനുള്ള പദ്ധതിയാണ് കേട്ടോ. കുടുംബശ്രീ മൈക്രോ ഫിനാൻസ് അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളുടെ നിക്ഷേപ പരിപാടി. അയൽക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങളും നിശ്ചിത തുക ഓരോ മാസവും നിക്ഷേപിക്കുന്നു. അതിൽ നിന്ന് അംഗങ്ങൾക്ക് വായ്പ അനുവദിക്കുന്നു. അതാണ് കുടുംബശ്രീ മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെടുക. അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ നിക്ഷേപ പരിപാടിയാണ് കുടുംബശ്രീ മൈക്രോ ഫിനാൻസ് എന്നറിയപ്പെടുന്നത്. ആശ്രയ കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സമിതിയും സംയുക്തമായി നടപ്പാക്കുന്ന അഗതി കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതിയാണ്. അഗതി കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ആരൂരും സംരക്ഷിക്കാനില്ലാത്തവരെയാണ് നമ്മൾ അഗതി കുടുംബങ്ങൾ എന്ന് വിളിക്കുക. ദാരിദ്ര്യക്ക് താഴെ എന്ന് പറയുന്നത് അല്ല, ആരാലും സംരക്ഷിക്കപ്പെടാത്ത കുടുംബങ്ങളെ അഗതി കുടുംബങ്ങൾ എന്നാണ് വിളിക്കുക. അഗതി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതിയാണ് ആശ്രയ എന്ന പേരിൽ അറിയപ്പെടുക. ഇനി കുടുംബശ്രീ ട്രാവൽസ് വനിതകളുടെ സുരക്ഷിതമായ യാത്രയ്ക്കായി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. വനിതകൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ചത് ഷീ ടാക്സിയാണ്. കുടുംബശ്രീ ആരംഭിച്ചത് കുടുംബശ്രീ ട്രാവൽസ് ആണ്. ഓക്കെ, അപ്പോൾ വനിതകളുടെ സുരക്ഷിതമായ യാത്രയ്ക്കായി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. തെളിമ ഹരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ എന്ന പേരിൽ അറിയപ്പെടുക. കുടുംബശ്രീയുടെ ഹരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ എന്ന പേരിൽ അറിയപ്പെടുക. ഇനി യുവശ്രീ വ്യക്തിഗതമായോ ഗ്രൂപ്പായോ വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ നടത്തുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് യുവശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. വ്യക്തിഗതമായോ അല്ലെങ്കിൽ ഗ്രൂപ്പായോ വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ നടത്തുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് യുവശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? യെസ്, ഭവനശ്രീ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ചെറുകിട ഭവന വായ്പാ പദ്ധതിയാണ് ഭവനശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. സാന്ത്വനം കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യരംഗത്തെ പദ്ധതിയാണ് സാന്ത്വനം. കുടുംബശ്രീ മൈക്രോ ഫിനാൻസ് അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ നിക്ഷേപ പരിപാടിയാണ് കുടുംബശ്രീ മൈക്രോ ഫിനാൻസ് എന്നറിയപ്പെടുക. ആശ്രയ കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സമിതിയും സംയുക്തമായി നടപ്പിലാക്കുന്ന അഗതി കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതിയാണ് ആശ്രയ എന്നറിയപ്പെടുക. കുടുംബശ്രീ ട്രാവൽസ് വനിതകളുടെ സുരക്ഷിതമായ യാത്രയ്ക്കായി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ് എന്ന പേരിൽ അറിയപ്പെടുക. തെളിമ ഹരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. യുവശ്രീ വ്യക്തിഗതമായോ ഗ്രൂപ്പായോ വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ നടത്തുവാനുള്ള പദ്ധതിയാണ് യുവശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു കഫേ കുടുംബശ്രീ. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ആഹാര വസ്തുക്കൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കഫേ കുടുംബശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ആഹാര വസ്തുക്കൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കഫേ കുടുംബശ്രീ. അമൃതം ഫുഡ് സപ്ലിമെന്റ് പദ്ധതി നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ? അമൃതം അല്ലെ? കേരളത്തിലെ 6 മാസം മുതൽ 3 മാസം വരെ പ്രായമുള്ള കുട്ടികളുടെ പോഷകക്കുറവ് പരിഹരിക്കുവാനുള്ള പദ്ധതിയാണ് അമൃതം ഫുഡ് സപ്ലിമെന്റ് പദ്ധതി. കേരളത്തിലെ 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പോഷകക്കുറവ് പരിഹരിക്കാനുള്ള പദ്ധതി. അതായത് ഫുഡാണ് ഫുഡ് സപ്ലിമെന്റ് ആണ് നൽകുക. അതുകൊണ്ടാണ് 6 മാസത്തിന് ശേഷം എന്ന് പറയുന്നത്. കാരണം 6 മാസം വരെ മുലപ്പാലാണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്ന ഒരു കണ്ടീഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് എന്ന് പ്രത്യേകിച്ച് പറയുക. ഇനി
കേരളം നേരിടുന്ന തൊഴിലില്ലായ്മ നീക്കം ചെയ്യുവാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കേരളശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ കേരളം നേരിടുന്ന തൊഴിലില്ലായ്മ നീക്കം ചെയ്യുവാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് കേരളശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. തീർത്ഥം. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുക. ശബരി തീർത്ഥം അത് വേറെ പദ്ധതിയാണ്. ശബരിമലയില് കുടിവെള്ളം എത്തിക്കുന്ന, ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ശബരി തീർത്ഥം എന്നറിയപ്പെടുക. ഇത് തീർത്ഥം. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുക. സ്നേഹിത. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുവാനുള്ള പദ്ധതിയാണ് സ്നേഹിത എന്നറിയപ്പെടുന്നത്. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുവാനുള്ള പദ്ധതിയാണ് സ്നേഹിത എന്നറിയപ്പെടുന്നത്. ശ്രീശക്തി. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് ശ്രീശക്തി എന്ന പേരിൽ അറിയപ്പെടുക. ഫ്രെയിം ശ്രീ. കുടുംബശ്രീയുടെ പത്രം അറിയപ്പെടുന്നത് ഫെയിം ശ്രീ എന്നാണ്. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ. അപ്പൊ തീർത്ഥം എന്താണ്? 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് തീർത്ഥം. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായം നൽകാനുള്ള പദ്ധതിയാണ് സ്നേഹിത. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ അറിയപ്പെടുന്നത് ശ്രീശക്തി എന്നാണ്. കുടുംബശ്രീയുടെ പത്രം അറിയപ്പെടുന്നത് ഫ്രെയിം ശ്രീ എന്നാണ്. ഫ്രെയിം ശ്രീ എന്നാണ്. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ ഈ സ്ലൈഡ് പൂർണ്ണമായിട്ട്. കഫേ കുടുംബശ്രീ. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ആഹാര വസ്തുക്കൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കഫേ കുടുംബശ്രീ. അമൃതം ഫുഡ് സപ്ലിമെന്റ്. കേരളത്തിലെ 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പോഷകക്കുറവ് പരിഹരിക്കാനുള്ള പദ്ധതിയാണ് അമൃതം ഫുഡ് സപ്ലിമെന്റ് പദ്ധതി. കേരളം നേരിടുന്ന തൊഴിലില്ലായ്മ നീക്കം ചെയ്യുവാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കേരളശ്രീ. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് തീർത്ഥം. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുവാനുള്ള പദ്ധതിയാണ് സ്നേഹിത. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ അറിയപ്പെടുന്നത് ശ്രീശക്തി എന്നാണ്. കുടുംബശ്രീയുടെ പത്രം അറിയപ്പെടുന്നത് ഫ്രെയിം ശ്രീ എന്നാണ്. കുടുംബശ്രീയുടെ പത്രം അറിയപ്പെടുന്നത് ഫ്രെയിം ശ്രീ എന്നുമാണ്. ഓക്കെ, അടുത്ത് പറയുന്നു മീന കമ്മ്യൂണിക്കേഷൻ. കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാമാണ് മീന കമ്മ്യൂണിക്കേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നു ഫുഡ് ഓൺ വീൽസ്. കുടുംബശ്രീയുടെ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് ആണ് ഫുഡ് ഓൺ വീൽസ് എന്ന പേരിൽ അറിയപ്പെടുക. സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ്, ഫുഡ് ഓൺ വീൽസ്. ഹരിതശ്രീ. കുടുംബശ്രീയുടെ ജൈവ പച്ചക്കറി കൃഷിയാണ് ഹരിതശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. കുടുംബശ്രീയുടെ ജൈവ പച്ചക്കറി കൃഷി കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഹരിതശ്രീ. ബഡ്സ് സ്കൂളുകൾ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ക്ഷേമത്തിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്കൂളുകളാണ് ബഡ്സ് സ്കൂളുകൾ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം മീന കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് അറിയപ്പെടുക. പക്ഷെ ഇതിന്റെ ആദ്യ പേര് മീനയുടെ ലോകം എന്നായിരുന്നു. മീനയുടെ ലോകം എന്നായിരുന്നു റേഡിയോ പ്രോഗ്രാമിന്റെ പേര്. പിന്നീട് അത് പേര് മാറ്റി നിലവിൽ മീന കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം മീന കമ്മ്യൂണിക്കേഷൻസ്, കുടുംബശ്രീയുടെ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് ഫുഡ് ഓൺ വീൽസ് എന്നറിയപ്പെടുന്നു. കുടുംബശ്രീയുടെ ജൈവ പച്ചക്കറി കൃഷി ഹരിതശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ക്ഷേമത്തിനായി ആരംഭിച്ച സ്കൂള് ബഡ്സ് സ്കൂളുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ. യെസ്, അപ്പൊ കുടുംബശ്രീയുടെ പ്രധാന പദ്ധതികളാണ് നമ്മൾ റിവിഷൻ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ കുടുംബശ്രീയോട് നമുക്ക് റിവിഷൻ ചെയ്യാം. യെസ്, അപ്പൊ കുടുംബശ്രീയുടെ ഔദ്യോഗിക പേര് കേരള സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന ദൗത്യം. ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെ. സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിലൂടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് പറയുന്നു ആപ്തവാക്യം. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 മലപ്പുറം ജില്ലയിലെ അടൽ ബിഹാരി വാജ്പേയി. ആ സമയത്ത് കേരള മുഖ്യമന്ത്രി E.K. നായനാറായിരുന്നു. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കും എപ്പോഴും. വൈസ് ചെയർപേഴ്സൺ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എന്ന IAS ഉദ്യോഗസ്ഥന്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം മനസ്സിൽ നിലവിൽ വന്നത് 2017 ഫെബ്രുവരി 13 കോട്ടയത്ത്. 1990 മുതൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി, മലപ്പുറം എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ സംവിധാനത്തിന്റെ വിജയത്തിൽ നിന്നാണ് അംഗീകരിക്കപ്പെട്ട സാമൂഹ്യ ഘടനയായി കുടുംബശ്രീ മാറിയത്. കുടുംബശ്രീയുടെ ത്രിതല സംവിധാനമാണ് അയൽക്കൂട്ടം, ADS, CDS എന്നിങ്ങനെ അറിയപ്പെടുക. അയൽക്കൂട്ടം പ്രാഥമിക അടിസ്ഥാന ഘടകം എന്ന നിലയിൽ CDSൽ, അതായത് പഞ്ചായത്ത് തലത്തിലോ നഗരസഭാ തലത്തിലോ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിനെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നു. അയൽക്കൂട്ടം രൂപീകരിക്കുന്നത് 10 മുതൽ 20 വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്.
ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വനിതയ്ക്ക് മാത്രമാണ് അംഗത്വം ലഭിക്കുക. ആചരണ ഭരണസമിതിയിലെ അംഗങ്ങൾ പ്രസിഡന്റ്, സെക്രട്ടറി, വരുമാനദായക വോളണ്ടിയർ, അടിസ്ഥാന സൗകര്യ വോളണ്ടിയർ, ആരോഗ്യദായക വോളണ്ടിയർ എന്നിവർ. ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ADS ഒരു തദ്ദേശ ഭരണ പ്രദേശത്തെ ഓരോ വാർഡിലെയും അഫിലിയേഷൻ നേടിയിട്ടുള്ള അയൽക്കൂട്ടങ്ങളുടെ സംയോജിത രൂപമാണ് ADS എന്ന പേരിൽ അറിയപ്പെടുക. വാർഡ് തലത്തിലെ അയൽക്കൂട്ടങ്ങളെ 5 അംഗ വോളണ്ടിയർ പ്രതിനിധികൾ ഉൾപ്പെടുത്തി ADS രൂപീകരിക്കുന്നു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ CDS ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ ഉപരിഘടകം. പഞ്ചായത്ത്, നഗരസഭയിലെ വാർഡ് തല ADSകൾ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡുകൾക്കും പ്രാതിനിധ്യം നൽകി രൂപീകരിക്കുന്നു. ഭവനശ്രീ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ചെറുകിട ഭവന വായ്പ പദ്ധതിയാണ് ഭവനശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യരംഗത്തെ ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം. കുടുംബശ്രീയുടെ മൈക്രോ ഫിനാൻസ് പദ്ധതി അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളുടെ നിക്ഷേപ പരിപാടിയാണ് കുടുംബശ്രീ മൈക്രോ ഫിനാൻസ്. ആശ്രയ കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന അഗതി കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതിയാണ് ആശ്രയ എന്ന പേരിൽ അറിയപ്പെടുക. വനിതകളുടെ സുരക്ഷിതമായ യാത്രയ്ക്കായി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ് എന്ന പേരിൽ അറിയപ്പെടുക. കുടുംബശ്രീയുടെ ഹരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യക്തിഗതമായോ ഗ്രൂപ്പായോ വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ നടത്തുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് യുവശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കഫേ കുടുംബശ്രീ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ആഹാര വസ്തുക്കൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കഫേ കുടുംബശ്രീ. അമൃതം ഫുഡ് സപ്ലിമെന്റ് പദ്ധതി കേരളത്തിലെ 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പോഷകക്കുറവ് പരിഹരിക്കാനുള്ള പദ്ധതിയാണ് അമൃതം ഫുഡ് സപ്ലിമെന്റ് പദ്ധതി. കേരളം നേരിടുന്ന തൊഴിലില്ലായ്മ നീക്കം ചെയ്യുവാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കേരളശ്രീ. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് തീർത്ഥം. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുവാനുള്ള പദ്ധതിയാണ് സ്നേഹിത എന്നറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ അറിയപ്പെടുന്നത് ശ്രീ ശക്തി എന്നാണ്. കുടുംബശ്രീയുടെ പത്രം അറിയപ്പെടുന്നത് ഫ്രെയിം ശ്രീ എന്നാണ്. മീന കമ്മ്യൂണിക്കേഷൻസ് കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാമാണ് മീന കമ്മ്യൂണിക്കേഷൻ. കുടുംബശ്രീയുടെ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് ആണ് ഫുഡ് ഓൺ വീൽസ്. കുടുംബശ്രീയുടെ ജൈവ പച്ചക്കറി കൃഷിയാണ് ഹരിതശ്രീ എന്ന പേരിൽ അറിയപ്പെടുക. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ക്ഷേമത്തിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്കൂളുകളാണ് ബഡ്സ് സ്കൂളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർമ്മിച്ചേക്കാമോ? അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികള്, പിന്നെ കുടുംബശ്രീ പഠിച്ചു. കുടുംബശ്രീ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട സാമൂഹിക ക്ഷേമ പദ്ധതികളും നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിച്ചു. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് കേരളത്തിലെ പ്രധാന ക്ഷേമ പദ്ധതികൾ, കൂടാതെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ. വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നമ്മൾ വസ്തുതാപരമായി പഠിച്ചു വയ്ക്കണം, കാരണം വളരെ പ്രാധാന്യമുള്ളതാണ് എന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക, എങ്കിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കത്തുള്ളൂ. ഓരോ ക്ലാസ്സിലെയും കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? ബൈ ബൈ.